വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. റവയും ക്യാരറ്റും മിക്സിയിൽ അരച്ച് വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ വറുക്കാത്ത റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നേർത്ത റവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് റവ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം ക്യാരറ്റ് എടുത്തിരുന്നു. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ പഞ്ചസാര കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറു ചൂടായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ല ഫൈൻ ആയിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ബാറ്ററി ഇതുപോലെ സ്മൂത്ത് ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ക്യാരറ്റിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായാൽ കുഴപ്പമില്ല. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നേരത്തെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കാൻ മറന്നുപോയിരുന്നു. അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു കൂട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 1 മണിക്കൂർ നേരത്തേക്കാണ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ആ ഒരു സമയമാകുമ്പോഴേക്കും കൂട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഫെർമെൻ്റ് ആയി കിട്ടും. അപ്പോൾ ഇതാ 1 മണിക്കൂർ ആയിട്ടുണ്ട്. കൂട്ട് നല്ലപോലെ തന്നെ ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ പൊങ്ങിയൊന്നും വന്നിട്ടില്ല. പക്ഷെ നന്നായിട്ട് തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായി കിട്ടിയാൽ മതി. നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 2 മണിക്കൂറൊക്കെ വെച്ചോളൂ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നിങ്ങൾക്കിത് സ്റ്റീം ചെയ്തോ അല്ലാന്നുണ്ടെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തോ എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കയ്യിൽ ഒരു അല്പം വെള്ളമാക്കിയിട്ട് ഇതുപോലെ പിഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഞാനിതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുക്കാവാനും ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അത് നോക്കൂ, നന്നായിട്ട് തന്നെ പൊങ്ങി ഒരു ബോൾ പോലെ തന്നെ ആയി വരുന്നുണ്ട്. നമ്മൾ ഏത് ഷേപ്പിലേക്ക് ഇട്ട് കൊടുത്താലും അത് നല്ല ഉരുണ്ട് തന്നെ വന്നോളും. ഇതുപോലെ ഒന്നിട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ടേക്ക് ആക്കി വെച്ചോളൂ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പിന്നെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ ഉള്ളോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വരുള്ളൂ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത് റെഡിയായി വന്നോളും. ഇപ്പോൾ നോക്കൂ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തട്ടിക്കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൈദയൊന്നും ചേർക്കാത്ത നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു കൂട്ട് നേരത്തെ ആക്കി വെക്കണം എന്നുള്ള ആ ഒരു പ്രോസസ്സ് മാത്രമേ ഇതിൽ കുറച്ച് പണിയായിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ പരിപാടിയും വളരെ സിമ്പിൾ അല്ലേ? ശരിക്കും ഇത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരം തന്നെയാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പുറമെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ നല്ല സ്പോഞ്ചിയും സോഫ്റ്റും ആയിരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.